വളരെ എളുപ്പത്തിൽ ഒരു ഇഞ്ചിക്കറി വെച്ചാലോ? കണ്ടു കഴിയുമ്പോൾ നിങ്ങളും പറയും ഇത്ര എളുപ്പമായിരുന്നു ഇഞ്ചിക്കറി വെക്കാനെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ കറിയിലേക്ക് കടന്നാലോ? ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇടാം. വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ഇവിടെ 2 ചെറിയ മുളകാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് ആഡ് ചെയ്യുക. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു ഗോൾഡിഷ് ബ്രൗൺ കളർ ആവണം. ഗോൾഡിഷ് ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ മസാലകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ചെറുതായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാമല്ലോ നന്നായി കളർ ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമേ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ട് മൂടി വെക്കാം. എന്നിട്ട് നന്നായി വെള്ളം വറ്റി വരണം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നന്നായിട്ടിത് കുറുകി വരണം. ഇപ്പോൾ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാടൻ ശർക്കര ആയതുകൊണ്ട് ശർക്കര ഡയറക്റ്റാണ് ചേർത്തേക്കുന്നത്. ശർക്കര പാനി ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഞ്ചിക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.